ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ ആന്റണി വർഗീസ്, അതായത് നമ്മുടെ പെപ്പയുടെ പുതിയ സിനിമ കാട്ടാളന്റെ ടീസർ കണ്ടു. ഒരു രക്ഷയില്ല ഗായ്സ്, ടീസർ ഞെട്ടിച്ചു. ഈ വർഷം മെയ്യിലാണ് റിലീസ്. മെയ് 14 തിയേറ്ററിൽ എത്തുമെന്ന് വന്നിട്ടുണ്ട്. ടീസറിന്റെ തുടക്കത്തിൽ തന്നെ പെപ്പയെ ഞെട്ടിച്ചു. ഒരു ആനയെ കെണി വെച്ചിട്ട് അടിച്ചു വീഴ്ത്തുന്ന ഒരു മാസ് എൻട്രിയാണ് കൊടുത്തിരിക്കുന്നത്. ചുമ്മാ വില്ലന്മാരെ ഇടിച്ചിട്ട് പോകുന്ന സ്ഥിരം ഐറ്റം അല്ല. സിനിമയുടെ പേര് പോലെ തന്നെ കാട്ടുകേറി ഹണ്ടിങ് ആണ് പരിപാടി. ആനക്കൊമ്പ് എടുക്കുന്ന നായകനായിട്ടാണ് വന്നിരിക്കുന്നത്. ആനക്കൊമ്പ് കടത്തുന്നതും അതിൽ വില്ലന്മാരുമായിട്ടുള്ള ഒരു ക്ലാഷ് ആയിരിക്കണം പടത്തിന്റെ പ്ലോട്ട്. ടീസർ എന്തായാലും ഞെട്ടിച്ചു. ഇതിലെ ഡയറക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗുപ്പി പിന്നെ അമ്പിളി, ഈ 2 സിനിമകളും സമ്മാനിച്ച ഡയറക്ടറാണ്. രണ്ടും ഹിറ്റ് സിനിമകളാണ്. സിനിമ എഴുതിയിരിക്കുന്നതും സംവിധായകൻ പോൾ ജോർജ് തന്നെയാണ്. കൂടാതെ ജഗദീഷ് ചേട്ടനും സിദ്ദിഖ്, ദുഷാര വിജയൻ, ഹനാൻ ഇവരെല്ലാം ഉള്ള ഒരു വമ്പൻ കാസ്റ്റ് തന്നെയാണ് കാട്ടാളനിലുള്ളത്. വില്ലൻ റോൾ ചെയ്യുന്ന ആരാന്നറിയാവോ? കബീറാണ്. മനസ്സിലായോ ആരെന്ന്? മാർക്കോ സിനിമയിലെ വില്ലൻ. മാർക്കോ സിനിമയിൽ ക്ലൈമാക്സിൽ വരുന്ന സൈറസ് എന്ന ക്യാരക്ടർ ചെയ്ത കബീറാണ് പെപ്പയുടെ ഓപ്പോസിറ്റ് വരുന്നത്. സൈറസ് ഉറപ്പായും നമ്മളെ ഞെട്ടിക്കും. പെപ്പെ കുറച്ച് വേർക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നായകനും വില്ലനും നല്ല കിഡ് കാസ്റ്റിംഗ് ആണ്. അപ്പൊ കാട്ടാളനും നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല ഡയറക്ടറും കൂടെ ആവുമ്പോൾ എന്തായാലും നല്ലൊരു സിനിമയും തിയേറ്റർ എക്സ്പീരിയൻസും നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല ക്വാളിറ്റി ടീസറാ കിട്ടിയിരിക്കുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് പോയി കാണണം. തിയേറ്ററിൽ ഒരു കിഡിലം എക്സ്പീരിയൻസ് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും പടം കൊളുത്തും. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. എനിക്ക് ടീസർ ഒരുപാട് ഇഷ്ടമായി. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.